എം വി ഗോവിന്ദന്റെ എഐക്ക് പിന്നാലെ ദേവസ്വം പ്രസിഡന്റിന്റെ വലിയ പന്തൽ ന്യായീകരണം. സർക്കാർ സംഗമത്തിൽ ആള് കുറഞ്ഞതായി തോന്നാൻ കാരണം വലിയ പന്തലായതുകൊണ്ടെന്നാണ് PS പ്രശാന്ത് പറഞ്ഞത്. സംഗമത്തിൽ ആള് കുറഞ്ഞെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം പോസിറ്റീവായി കാണുന്നു. പരിപാടിയിൽ ആളെത്തിയില്ലെന്നത് കുപ്രചാരണം മാത്രമെന്നും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി. മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ ശരണം വിളിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. ശബരിമല കേന്ദ്രം ഏറ്റെടുക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശം അപകടകരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ വാർത്തയിലേക്ക് വരാം. ശബരിമല സംരക്ഷണ സംഗമവുമായി ബന്ധപ്പെട്ട് ശബരിമല കർമ്മസമിതിയുടെ വാർത്താ സമ്മേളനം എറണാകുളം പ്രസ് ക്ലബിൽ നടക്കുകയാണ്. ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ വളരെ സംസാരിക്കുന്നു. തത്സമയം ഒരു നടപടിയിലൂടെയാണ് ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ രാവിലെ നടന്ന സെമിനാറും ഉച്ചയ്ക്ക് നടന്ന ഭക്തജന സംഗമവും ഇത് രണ്ടും വേണ്ട തരത്തിൽ മാധ്യമങ്ങളോട് അറിയിക്കുകയും മുൻകൂട്ടി തന്നെ അതെല്ലാം നമ്മുടെ എല്ലാ മാധ്യമങ്ങളും അതിന് വേണ്ട പ്രാധാന്യം നൽകി. അത് എനിക്ക് തോന്നുന്നു ദൃശ്യ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ കൂടാതെ പ്രിൻ്റ് ആൻഡ് വിഷ്വൽ മീഡിയ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ലോകമെമ്പാടും പ്രചരിച്ചു. അത് നമുക്ക് മനസ്സിലായി. കാരണം നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അത്രത്തോളം ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ച, അതിനുവേണ്ടി ഞങ്ങളെല്ലാം സഹായിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഈ രണ്ട് വിഭാഗം ഞാൻ പറഞ്ഞ സെമിനാറും എൻ്റെ ചില ഉദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ പറഞ്ഞു. അതെല്ലാം കൃത്യമായിട്ട് തന്നെ നടന്നു. നമ്മൾ ഉദ്ദേശിച്ചതിലപ്പുറം, അതായത് നമ്മൾ 1000 പേരാണ് പ്രതീക്ഷിച്ചത്. കൂടി വന്നാൽ 1200 വരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വേദിയായിരുന്നു അത്. ആ ഒരു കോൺഫറൻസ് ഹാളായിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ കണ്ടതാണ്, പ്രതീക്ഷയിലപ്പുറം നമുക്കവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ ആളുകൾ വരികയും പിന്നീട് ബാക്കിയുള്ളൊരു പുറത്ത് നിൽക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായി. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ഈ പറഞ്ഞ 1000-ഓളം പ്രതിനിധികൾ, നമ്മൾ ക്ഷണിക്കപ്പെട്ട 1000-ഓളം പ്രതിനിധികൾ, ഒരു 95% ആളുകളും അവിടെ പങ്കെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് തുടർന്നുള്ള പല കാര്യങ്ങളും അതിനെയും വരുന്ന സമയങ്ങളിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ സെമിനാറിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇരിക്കുന്നത് രാവിലെ ആയിരുന്നുകൊണ്ട് പത്രമാധ്യമങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ടാവും. അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ ഇനിയും അങ്ങോട്ടുള്ള യാത്രയിൽ, പ്രത്യേകിച്ച് ശബരിമല കർമ്മസമിതി നമുക്കെല്ലാം അറിയാം, വളരെയധികം ഹൈന്ദവ സംഘടനകളെയും ആചാരപരമായി ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളായാലും വ്യക്തികളായാലും പ്രസ്ഥാനങ്ങളായാലും സംഘടനകളായാലും അവരൊക്കെ കൂട്ടിയിണക്കുകയും കൂടാതെ സാമുദായിക സംഘടനകൾ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ കൂട്ടായ്മയിൽ ആ ഒരു ദൃഢമായ ഒരു കൂട്ടായ്മയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് നമ്മുടെ ഇതുവരെ കിട്ടിയ കണക്കനുസരിച്ച് 120ഓളം സാമുദായ സംഘടനകളെ നമ്മൾ ക്ഷണിച്ചത്. 100-ൽ പരം സാമുദായ സംഘടനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുനിന്നും നല്ല പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചതിലപ്പുറമായിരുന്നു അതിൻ്റെ പ്രാതിനിധ്യം. അത് ക്രിയേറ്റീവായിട്ട്, അതായത് ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വന്നവരാണെങ്കിലും ആക്ച്വലി നമ്മുടെ ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട സംഘടനകളുടെ ചുമതലയിലും ഒക്കെ ഉള്ളവരായിരിക്കും. എനിക്ക് തോന്നുന്നു പത്രമാധ്യമങ്ങളൊക്കെ അത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട തരത്തിലൊക്കെ പ്രചരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ സെമിനാർ നടക്കുകയും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തൊരു കാര്യം, ഈ തുടരെയുള്ള ശബരിമല വിഷയങ്ങളുണ്ട്. നമ്മളെല്ലാം സംഘടനകളും പല പ്രാവശ്യം പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ടൊരു ദീർഘവീക്ഷണത്തോട് നിലപാട് രൂപീകരിച്ചുകൂടാ എന്നുള്ളൊരു ചർച്ചയിലാണ് നമ്മൾ ആദ്യം അടിത്തംപ്രഥമമായിട്ട് തന്നെ ഒരു വിഷൻ ഡോക്യുമെൻറ്റ് നമ്മൾ അവതരിപ്പിച്ചു. അതിൻ്റെ കോപ്പി ഞങ്ങൾ അവിടെ വിതരണം ചെയ്തിരുന്നു. നമുക്ക് കിട്ടിക്കാണും. ഇതിൽ കൃത്യമായിട്ട് 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഭക്തജനങ്ങൾക്കുള്ള ഒരു നിർദ്ദേശവും സന്ദേശവും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. അത് ശബരിമലയുടെ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിൽ ആ ദേവസ്വം ബോർഡിനോ ഗവൺമെൻറ്റിനോ മാത്രമല്ല, അതല്ലെങ്കിൽ ഏത് ഭരണാധിപന്മാരുടെ ആയാലും ശരി, അവരുടെ മാത്രമല്ല, അയ്യപ്പ ധർമ്മവിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും ബാധ്യത കൂടിയാണെന്നുള്ളത് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിഷൻ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ എല്ലാ യാത്രയും അല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും തീർച്ചയായിട്ടും ഈ വിഷൻ ഡോക്യുമെൻ്റ് ബേസിലായിരിക്കും. അതുകൊണ്ട് കർമ്മസമിതിയുടെ വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് വിഷയത്തിലും ആ വിഷൻ ഡോക്യുമെൻറ്റിലേക്ക് നോക്കിയാൽ നമ്മുടെ നിലപാട് എന്താണെന്നുള്ളത് ആർക്കും ചോദിക്കേണ്ടി വരില്ല. വളരെ കൃത്യമായിട്ട് നമ്മുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു മാർഗരേഖയാണ് വിഷൻ ഡോക്യുമെൻറ്റ്. അതുകൊണ്ട് അത് ഞാൻ പറയുന്നതിൻ്റെ കാരണം വ്യക്തതയുള്ളൊരു കാര്യമായതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ ഒരു സൂചന അവിടെ ഉണ്ട്.
അതാണ് നമ്മൾ ഒന്ന് ചെയ്തത്. പിന്നെ നമുക്കറിയാം വിശാലമായ വീക്ഷണത്തോടുകൂടി 3 വിഷയങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്തത്. ഒന്ന് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു, 2 ആചാരത്തിനനുസൃതമായിട്ടുള്ള വികസനം, 3 സംരക്ഷണം. അത് നമ്മളവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ പറഞ്ഞ ഓരോ സമയത്ത് നടന്ന സെമിനാറുകളിലൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് 3 മണിയോട് അടുപ്പിച്ച് അത് കഴിയുന്നു. 3 സെഷനും കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ യോഗവേദിയിലേക്ക് പോന്നു. അവിടെ എനിക്ക് ഒറ്റ കാര്യം പറയാനേ ഉള്ളൂ. ശരിക്കും എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി കാണും. കാരണം തിരക്ക് വളരെ വർദ്ധിച്ചു. അതിൻ്റെ ഹാളിന് താഴെ തന്നെ സഞ്ചരിക്കാനും പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയക്കൊക്കെ ക്യാമറയൊക്കെ ആയിട്ട് പോകാനും ഒക്കെ ധാരാളം ബുദ്ധിമുട്ടുകളും തിരക്കിനിടയ്ക്ക് ഉണ്ടായി കാണും. അതും കൂടാതെ വേണ്ട തരത്തിലുള്ള അവിടെ നിന്നുണ്ടായ സജ്ജീകരണങ്ങൾ തിരക്കും കൂടിയത് കാരണം വേണ്ട തരത്തിൽ നമുക്ക് വേണ്ട തരത്തിൽ സ്വീകരിക്കാനും സാധിച്ചു കാണില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അത് ക്ഷമിക്കണം, തിരക്ക് മൂലമാണ്. അത് എല്ലാം സഹിച്ച് റിപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി വീണ്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടി നമ്മളെല്ലാം കണ്ടതുപോലെ ഉദ്ദേശിച്ച പോലെ എല്ലാവരും വന്നെത്തി. നമ്മുടെ പ്രധാനമായിട്ട് മുഖ്യാതിഥിയായിരുന്ന അന്ന് നമ്മളിവിടെ വന്ന് പ്രസംഗം നടത്തുമ്പോൾ അണ്ണാമലൈജി ആയിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞിരുന്നു പല ആളുകളും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് തേജസ്വി സൂര്യ തയ്യാറായി, അദ്ദേഹം വന്നു. ആദിത്യനാഥ്ജിക്ക് എത്താൻ പറ്റിയില്ല, അദ്ദേഹം നമുക്കൊരു സന്ദേശം തന്നിരുന്നു, അതോടെ വായിക്കുകയും ചെയ്തു. ബാക്കി നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളും വിശ്വാസികളും കൂടാതെ കേരളത്തിന് പുറത്തുള്ള നേതൃനിരയൊക്കെ നമ്മുടെ അവിടെ സന്നിഹിതരായിരുന്നു. അവിടെ നേരത്തെ മുൻകൂട്ടി നടന്ന ഈ സെമിനാറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തീരുമാനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നതൊക്കെ ബേസ്ഡ് അവിടെ ഇതൊരു സംഗമം മാത്രമായിരുന്നു. പക്ഷേ തീരുമാനങ്ങളുടെ ബേസിസ് എല്ലാം നേരത്തെ നടന്ന സെമിനാറിൽ അവിടുത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെ തീരുമാനങ്ങൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ പ്രസ് റിലീസിലും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പൺ സെമിനാറായിരുന്നു, ഭക്തജന സംഘമായിരുന്നു. അവിടെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. കൂടാതെ അവിടെയും നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് പ്രതീക്ഷിച്ചതിൽ വളരെയധികം ആളുകൾ വന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10,000 പേരെയാണ് പ്രതീക്ഷിച്ചെങ്കിൽ അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ എത്തിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. നമ്മളെല്ലാ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം ആ ഒരു സംഖ്യയാണ്. അപ്പോൾ അത്രത്തോളം ആളുകൾ അവിടെ എത്തിയതുകൊണ്ട് അവിടെ എത്തിയവർക്ക് വീണ്ടും ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ സൗകര്യങ്ങൾ കുറവായിരുന്നാലും വേണ്ട സജ്ജീകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയി. അതിൻ്റെ അവസാനം നമുക്ക് ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അത് നമ്മുടെ ആദ്യമായിട്ടാണ് ഈ ശബരിമല വിഷയത്തിൽ ഒരു വഴിത്തിരിവാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ പല പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു, ഈ ശബരിമലയിൽ ഇത്രയധികം വിഷയമുണ്ട്, കേന്ദ്രത്തിൽ ഒരു അനുകൂല സർക്കാരല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ സർക്കാരിനെ സമീപിക്കുന്നില്ല എന്നൊരു ചോദ്യം പലപ്പോഴും ചോദിച്ചിരുന്നു. അപ്പം നമുക്കറിയാം, നമുക്ക് ഈ കേരളത്തിലെ ദേവസ്വം വിഷയങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കേരള നിയമസഭയിലെ അംഗങ്ങളും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് മന്ത്രിമാരുമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ തീരുമാനങ്ങൾ എത്രത്തോളം കേന്ദ്രത്തിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ പല വിഷയങ്ങളുണ്ട്. പിന്നെ കോടതിയിലെ കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കാലാകാലങ്ങളായിട്ട് ശബരിമല ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങളും ഏറ്റവും ഈ അവസാനത്തെ നമുക്ക് കാണേണ്ടത് അവിടെ ഉണ്ടായിട്ടുള്ള ഈ സ്വർണ്ണപ്പാളികളുടെ മോഷണം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വെച്ചാൽ അനുവാദമില്ലാതെ കടത്തിക്കൊണ്ടൊരു വസ്തുവാണ്. കോടതി പ്രത്യേകം 2023 ഇതുപോലൊരു സംഭവം ഉണ്ടായി. അതിനോടനുബന്ധിച്ച് കോടതി ഒരു ഡയറക്ഷൻ തന്നെ കൊടുത്തിരുന്നു, ഇനി മേലാൽ ശബരിമലയിലുള്ള ഏത് വസ്തുക്കളും റിപ്പയറിങ്ങിനായാലും എന്ത് കാര്യത്തിനായാലും അഴിച്ചെടുക്കുമ്പോൾ അനുവാദം മേടിക്കണം. അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ റിപ്പയർ ചെയ്യണം. അത് വൈകുന്നേരം പടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അളവ് തൂക്കമൊക്കെ എടുത്ത് തിരിച്ച് സ്ട്രോങ് റൂമിൽ വെച്ചിട്ട് വീണ്ടും അടുത്ത ദിവസം ഇതേപോലെ അതിൻ്റെ വെയിറ്റ് എടുത്ത് എല്ലാം ചെയ്യാൻ വളരെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടെങ്കിലും അത് പാലിക്കപ്പെടാതെ പോവുകയും അത് അതിൻ്റെ ചരിത്രമൊക്കെ പുറകോട്ട് വന്നു. അങ്ങനെയാണ് അത് കൂടുതൽ അന്വേഷണം വേണമെന്നൊരു ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് മുമ്പ് 2019 നടന്ന ഈ ഒരു കാര്യം പുറത്തേക്ക് വന്നത്. ദേവസ്വം ബോർഡ് മൂടി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മാറി മാറി വന്ന സർക്കാരുകൾ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് കൃത്യമായ നിർദ്ദേശം നൽകി അവിടെ ഉള്ള സ്വർണ്ണങ്ങളും ഏത് വസ്തുക്കളായാലും ശരി ഇതൊക്കെ ഭക്തന്മാരെ സമർപ്പിക്കുന്നതാണ്. വളരെ അധ്വാനിച്ച് അവർ ഉണ്ടാക്കുന്ന സ്വത്തിൻ്റെ ഒരു ഭാഗം ഭഗവാന് സമർപ്പിക്കുന്നതല്ല, ദേവസ്വം ബോർഡിന് സർക്കാരിന് കൊടുക്കുന്ന വസ്തുക്കളല്ല അത്. അത്തരത്തിൽ അവിടെ ദേവന് സമർപ്പിക്കുന്ന വസ്തുക്കൾ ഈ ദേവസ്വം ബോർഡ് അവിടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്നത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കേരളത്തിലെ സർക്കാരിൻ്റെയും അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്നാണ് നമ്മുടെ അയ്യപ്പഭക്തന്മാരുടെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിനി ഏക മാർഗം അവശേഷിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തേടുകയാണ്. അത്തരത്തിൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം തേടാൻ നമ്മൾ തീരുമാനിക്കുകയും അതിനുള്ള പ്രമേയം അവിടെ പാസ്സാക്കുകയും എല്ലാം മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് തന്നെ നടന്നു. അത് നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അത് ഏറ്റുവാങ്ങാൻ തയ്യാറായി. അത് കഴിഞ്ഞ് അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൽ നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുണ്ടാവും വേണ്ട കാര്യങ്ങൾ നടപടിയിലൊക്കെ എടുക്കും. അത്തരത്തിൽ വളരെ നല്ല രീതിയിൽ അത് എല്ലാം കൊണ്ടും, അതായത് ആളുകളുടെ
സംഖ്യ, അവിടെ എത്തിയവരുടെ സംഖ്യ, അവരുടെ ശാന്തമായ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പോഴും ആളുകളുടെ എത്തിയെങ്കിലും എത്ര ശാന്തമായ അന്തരീക്ഷം, ഒരു ഭവ്യമായ അന്തരീക്ഷമായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ അയ്യപ്പനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇവിടെ സ്റ്റേജിൽ നിന്ന് ഭക്തിഭജന പാടുമ്പോൾ അത് ഏറ്റുപാടുകയായിരുന്നു. അവിടെ വന്ന 100% ആളുകൾ അയ്യപ്പ ഭക്തരായിരുന്നു, പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയിരുന്നു. ഒരു പ്രശ്നമോ പ്രതിസന്ധി ഇല്ലാതെ വളരെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോയി നടന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പരിസമാപ്തിയായിട്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിലേക്ക് ഇത് നൽകുകയും അതിൻ്റെ വേണ്ട നടപടിയിലേക്ക് എത്തുമെന്നുള്ള BJP അധ്യക്ഷനോട് പറയുകയും ചെയ്തൊക്കെ നമ്മൾ കേട്ടു. അതോടുകൂടി നമ്മുടെ ഈ പറഞ്ഞ ശബരിമല സംരക്ഷണ സംഗമം പൂർത്തിയാവുന്നതോടുകൂടി വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തി എന്ന് തന്നെ നമ്മൾ വിജയിക്കുന്നത്. പക്ഷേ അത് അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മളവിടെ പല പ്രാവശ്യം പറഞ്ഞു, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളുണ്ടാവും. മറ്റൊന്നുമല്ല, നമുക്കെപ്പോഴും ശാന്തമായ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ വേറെ യാതൊരു ഉദ്ദേശവും നമുക്കില്ല. അവിടെ ശാന്തമായ അന്തരീക്ഷത്തിൽ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെ, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ പോകേണ്ടെന്നുള്ള ആശയം തന്നെയാണ് ആ രേഖ പരിശോധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് അത്തരത്തിൽ ഈ ഒരു സമാപിച്ച ഈ ഒരു സന്ദേശമാണ് നമുക്ക് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ളത്. അവിടെ ഇതിലേക്ക് വന്നവരും, ഇതിനുവേണ്ടി പ്രയത്നിച്ചവരും, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചവരും, ഇതിനുവേണ്ടി പ്രവർത്തിച്ച മാധ്യമ സുഹൃത്തുക്കളും എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇതുപോലെ പങ്കാളിയായിട്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് ശബരിമലയിൽ ഒരു ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് കൂട്ടായിട്ട് പ്രവർത്തിക്കണം എന്നൊരു സന്ദേശമാണ് എല്ലാവരിലേക്കും നൽകാനുള്ളത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ആ ഡോക്യുമെൻറ്റിൽ തന്നെ പറയുന്നുണ്ട്, ആ റെസൊല്യൂഷനിൽ നമ്മൾ പറയുന്നുണ്ട്. ഈ നമ്മുടെ ഈ വികസനം എന്ന് പറയുന്നത് ആചാരപരമായിരിക്കണം, ആചാരങ്ങൾക്ക് അധിഷ്ഠിതമായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ പറ്റുന്നത് അവിടെയാണ്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഈ കേരള സർക്കാർ നടത്തിയ നടപടിയിൽ അവർ പറഞ്ഞിരിക്കുന്നത്, കേരള ഹൈക്കോടതി പറഞ്ഞത്, അവിടെ വികസനത്തിന് വേണ്ടി പണം കണ്ടെത്താനാവുന്നില്ല, അതുകൊണ്ട് നമ്മൾ ധനികരായിട്ടുള്ളവരെ വിളിച്ചു വരുത്തുന്നു, പ്രിവിലേജ് കാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. കേന്ദ്ര സർക്കാരിന് നമ്മൾ ആവശ്യപ്പെടുന്ന വികസനത്തിൻ്റെ കാര്യമാണ്. അതായത് കാരണം ധനം അവിടെ നിക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ ആചാരങ്ങൾക്കൊന്നും യാതൊരു ദോഷവും പറ്റാത്ത രീതിയിൽ അത്തരത്തിലൊരു കൃത്യമായ ഒരു വികസന പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെ അതെ അതിലേക്ക് വരുമ്പോൾ അതെ, അത് നമുക്കറിയേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈ കേന്ദ്ര സർക്കാരും കേരള സർക്കാരിനും ഇടപെടാൻ പറ്റുന്ന വിഷയമാണ് ദേവസ്വം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ്. ഇതുവരെ നടക്കാതിരുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും എന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷേ ഈ ദേവസ്വത്തിൻ്റെ വിഷയത്തിൽ കേന്ദ്രത്തിനും ഈക്വലായിട്ട് എൻ്റർ ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ഉപയോഗിച്ചിട്ട് ഏതാണോ പോകാൻ വഴി അത് സർക്കാർ തമ്മിൽ തീരുമാനിക്കേണ്ടത്, നമ്മൾക്കല്ല. അത് തീർച്ചയായിട്ടും നിയമപരമായ രീതിയിൽ എന്താണോ അവിടെ ചെയ്യാൻ പറ്റുക സുരക്ഷിതമായ രീതിയിൽ അത് തന്നെ ചെയ്യും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ നമ്മുടെ ഒരു അപേക്ഷയാണ്, ജനങ്ങളെല്ലാം നമ്മുടെ ഭക്തജനങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇതിന് വിശദമായ കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കുന്നുണ്ടാവും, കൂടുതൽ ചർച്ചയുണ്ടാവും സർക്കാരുമായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മളൊരു മാസ്റ്റർ പ്ലാൻ്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ കടക്കും. അല്ല, BJPക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേരളത്തിൽ പരിമിതമാണ്. കാരണം നിയമസഭയിൽ ഒരു അംഗം പോലും ഇല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്ക് ഈ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിക്കാനോ ഒരാളില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് BJPക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഉള്ള എത്രയോ MLA-മാരുണ്ട്. ഈ 140 MLA-മാർക്കും ആർക്കെങ്കിലും ഒരാൾക്ക് ചോദ്യം ചോദിച്ചിട്ട് അല്ലെങ്കിൽ ശബരിമല സംരക്ഷണം നൽകാമായിരുന്നല്ലോ. അപ്പോൾ നിയമസഭയിൽ അംഗം പോലും അല്ലാത്ത BJPയെ കുറ്റം പറയുന്നതിലൊരു അർത്ഥമില്ല. അത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിച്ചാൽ ഇതാണ്, കേരള ഭരിക്കുന്നത് BJP അല്ല, അവർക്കൊരു അംഗത്വം പോലും നിയമസഭയിൽ ഇല്ല. അതുകൊണ്ട് പുറത്തു നിന്ന് പറയുന്നതാണല്ലോ ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ നമ്മുടെ ഈ വിവിധ കർമ്മസമിതി ആയാലും മറ്റ് പല സംഘടനകളായാലും നമ്മളൊക്കെ പറയുന്ന പോലെ മാത്രമേ BJPക്കും കേരളത്തിൽ ചെയ്യാൻ സാധിക്കുള്ളൂ ഇതുവരെ. പക്ഷേ ഒരു കേന്ദ്ര ഇടപെടലുകൾ വരും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു ശക്തമായൊരു ഇടപെടൽ പ്രതീക്ഷിക്കാം. അതായത്
അദ്ദേഹം പറഞ്ഞതിന് ഞാൻ എതിരോ അല്ല ആരും നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം മുതൽ പറയുന്നൊരു വിഷയമുണ്ട്. ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഈ സർക്കാർ നടത്തിയത് ദേവസ്വം ബോർഡ് ഹൂവർ ഇറ്റ് ഈസ് അത് നടത്തുന്നതിന് നമ്മൾ എതിരല്ല, അവിടെ ആരും പങ്കെടുക്കുന്നതിന് എതിരില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എതിർപ്പ് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സംഘാടന രീതിയിലാണ്, ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലാതെ അതാണ് നമ്മൾ കോടതിയിൽ ചോദ്യം ചെയ്തത്. അതായത് കേരള സർക്കാരിന് ഒരു നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഏതുമായിക്കോട്ടെ ഇത്തരത്തിലൊരു ഭക്തജന സംഘം വിളിച്ചു കൂട്ടാനുള്ള അധികാരമുണ്ടോ? ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഈ ട്രാവൻകൂർ ഹിന്ദു ആക്ട് പ്രകാരം ദേവസ്വം ബോർഡിനും ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ചെലവിനും പണം ചെലവാക്കാൻ പാടില്ല എന്നുള്ള ഇടപെടാനും പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. ഇതിൻ്റെയൊക്കെ ലംഘനങ്ങളാണ്. മൂന്നാമത് അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ സംഘടനകളെ ഒന്നും ക്ഷണിക്കാതെ അവരുടെ തന്നെ അവരുടെ ചേർന്ന് നിൽക്കുന്ന ചില സംഘടനകളെയും ഒക്കെയാണ് വിളിച്ചത്. മൂന്നാമത് ഈ സനാതനധർമ്മത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ക്ഷേത്രവിശ്വാസികളല്ലാത്ത DMKയുടെ മന്ത്രി ബഹുമാനപ്പെട്ട സ്റ്റാലിൻ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഈ പരിപാടിയുടെ മുഖ്യാതിഥി ക്ഷണിക്കുന്നു. ഇത്തരത്തിൽ അവിടെ ഈ നടത്തിയ സംവിധാനങ്ങളെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും? ഉച്ച സമയമായി, എല്ലാവർക്കും ഊണ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നിർത്താം. വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇത് വളരെ വിജയകരമാക്കി തീർത്തതിന് മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അതിന് ഒന്നുകൂടി ഞാൻ നന്ദി പറയാണ്. നന്ദി, നമസ്കാരം.